എന്താടി ഒരു ശബ്ദം കേട്ടത്? ഓ, അത് ചേട്ടൻ എന്തെങ്കിലും കണ്ട് പേടിച്ചു വീണതായിരിക്കും. അമ്മച്ചി, ഈ ചേട്ടൻ എന്താ ഇങ്ങനെ പേടിത്തൂരായി പോയത്? ആ, ഇവൻ ഇന്നെന്താണാവോ കണ്ടത്? എന്താ മോനെ? കാറ്റുള്ള ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. കാറ്റ് കൊണ്ടത് മതി. മോൻ ഇങ്ങോട്ടൊന്ന് കിടക്കാൻ നോക്കൂ. ചേട്ടാ, ചേട്ടാ, ചേട്ടാ. ആരാ നീ? പോയി പായ കിടന്നേ. നാല് നിലത്ത് മുട്ടുണ്ട്, യക്ഷിയല്ല. എന്താടാ? അവളെന്താ കണ്ടോ പേടിച്ചു. ദേ, നീ പായ എടുത്ത് താഴെ കിടക്ക്. ചേട്ടൻ നിന്റെ കട്ടിലേ കിടക്കട്ടെ. അതൊന്നും ശരിയാവില്ല. എനിക്ക് പായ കിടക്കാൻ പറ്റില്ല, നടുവേനെടുക്കും. ജോസേട്ടൻ പറഞ്ഞ ചൂടുണ്ട്, പുറത്തല്ല കാറ്റാ, ഞാൻ വരാന്ത കിടന്നോളാം. അവനെ അങ്ങനെ വരാന്ത കിടത്തേണ്ടവനല്ല, നീ പറയുന്ന അനുസരിച്ചാ മതി. ജോസേട്ടന് വരാന്ത കിടക്കണല്ലേ ഇഷ്ടം? ഞാൻ എവിടെ കിടന്നാലും ഉറങ്ങും. അങ്ങനെയാ മോനെ? മോൻ ഇവിടെ കിടന്നാ മതി. അപ്പാ പൊതച്ചു കിടക്ക്. വെള്ളം കൊണ്ടുവന്ന് വെക്കട്ടെ മോനെ. ആ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കേണ്ടി വരും. എന്റെ ഉറക്കം പോയി. കണ്ടോടി, എല്ലാവനും ഓർമ്മയുണ്ട്. പണ്ട് കുഴി കുത്താൻ പറഞ്ഞിട്ട് കേൾക്കാത്തതല്ലേ ഞാൻ തല്ലിയത്. ഇതേ ഒരു പ്രായച്ചിത്തം പോലെ ചെയ്യുന്ന കണ്ടില്ലേ? ഇനി ജോസ്മോന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് കണ്ടാ പോലും വഴക്ക് പറയാൻ നിക്കണ്ട കേട്ടോ. ഒരുപാട് നേർച്ചയും കാഴ്ചയും വെച്ചിട്ട് തിരിച്ചു കിട്ടിയതാ. എന്താ ഇവിടെ വല്ല പൂച്ചയെ പട്ടി ചത്തോ? ഓ, നിന്റെ അറിവില് പറമ്പില് കുഴി കുത്തുന്നത് അതിനുവേണ്ടി മാത്രമാണല്ലോ. നിന്നോടൊന്നും നടാൻ പറഞ്ഞിട്ട് കേട്ടായിരുന്നു. എന്റെ മോൻ പറയാതെ തന്നെ ചെയ്യുന്ന കണ്ടോ? അത്രക്ക് ആഴത്തിൽ കുത്തണ്ട മോനെ. ഓ, ഇതെന്താണിത്? കിണറാ? കിണറ്റിൽ വേണ്ട എന്റെ ഓർമ്മയ്ക്കായിട്ട് കിണർ കുത്തി സ്മാരകം ഉണ്ടാക്കണോ പറമ്പ് മുഴുവൻ? പണിയെടുക്കുകയില്ല, പണിയെടുക്കുന്നവരെ പരിഹസിക്കുക. ഓ, ഇത്തിരി ആഴം കൂടിയാലും ചാരവും ചാണകവും ഒക്കെ ഇട്ട് കഴിയുമ്പോ ശരിയായിക്കൊള്ളും. കേരളത്തിലെ മുഴുവൻ പശുവിന്റെ ചാണകവും കൊണ്ടു നിറഞ്ഞു വരും. ഒന്നും മിണ്ടായിരിയടാ. ആവൂ, ഇന്നെങ്കിലും എന്റെ പെങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ പറ്റിയല്ലോ. ഓ, ഇത് ജോസേട്ടനാ, വേണപ്പോ എടുത്തു കൂടി. ആ, അത് ശരി. അപ്പൊ ഞാൻ ഔട്ടായി. കർത്താവേ, പള്ളിയിലെ മോട്ടറിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കണം കണ്ടിട്ടുള്ളൂ. ആ, ചക്കരക്കുട്ട പഠിക്കാൻ പോവാണ്. നന്നായിട്ട് പഠിക്കണോട്ടാ. അവനിപ്പോ സൈക്കിള് വേണമെന്ന് പറഞ്ഞ ബഹളം. അപ്പച്ചൻ വാങ്ങിച്ചു കൊടുക്കൂല. ആ ഡെങ്കിപ്പനി എലിപ്പനിയൊക്കെ ഒന്ന് വന്നോട്ടെ. എവിടെടാ നിന്റെ ചേട്ടായി? ചേട്ടായി വീട്ടില് കുഴി കുത്തുക. ഓ, നിന്നെ മൂടാനുള്ള കുഴിയാണ് ഇപ്പോഴേ കുത്തി തുടങ്ങിയോ? നിന്നെ തല്ലിയ നിന്റെ ചേട്ടായി ചോദിക്കാൻ വരുമെന്ന് എനിക്ക് അറിയണം. ചേട്ടായി എന്റെ കൂടെ ഉള്ളപ്പോ തല്ലിയാ പോരെ, അപ്പൊ തന്നെ റിസൾട്ട് അറിയാലോ. തൽക്കാലം നിങ്ങളുടെ മർദ്ദനം ഏറ്റുവാങ്ങാൻ എനിക്ക് സമയമില്ല. അപ്പന്റെ പറ്റിൽ എഴുതിക്കോ. ഇവൻ എവിടെയെങ്കിലും നേർച്ച ചേർന്നുണ്ടോ? ആഴ്ചയിൽ ഒരു ദിവസം എന്നെ പഞ്ഞിക്കിട്ടോളാന്ന്. ചേട്ടായി, ഇത് കൈക്കൂലിയായി സ്വീകരിച്ച് എന്നെ രക്ഷിക്കണം. ആ ജീപ്പിൽ വരുന്നവനെ കണ്ടോ? എനിക്ക് സ്ഥിരം പണി തരുന്നവനാ. അവൻ തിരിച്ചു പോകുമ്പോ ആംബുലൻസ് കടന്നു പോണം. ഓക്കേ, ഉഷാറാക്ക് ഉഷാറാക്ക് ഉഷാറാക്ക്. ബസ്സിലൊക്കെ കേറ്റ്. പഴം പിന്നെ കേറ്റാ. ഇപ്പൊ അവന്റെ പള്ള കേറ്റ്. നീ എന്റെ അനിയന്മാരെ തല്ലിച്ചതിന് പകരം നിന്റെ മുന്നിലിട്ട് നിന്റെ അനിയനെ ഞാൻ തല്ലാൻ പോവാ. ഉശിരുള്ളവരാണെങ്കിൽ തടുക്ക്. ചേട്ടായി, ചേട്ടായി, പഴം തിന്നോണ്ടിരുന്ന ഞാൻ ഇടികൊണ്ട് പഴം പോലെയാവും. ഓ, തൊലി പോയി.
ഓടിപ്പോയി ഒരു ഗ്ലാസ് ആട്ടുപാൽ എടുത്തിട്ടോ ചേട്ടന്. എവിടെ പോണു? ചേട്ടന് പാല് കൊടുക്കാൻ. ഈ ചേട്ടന് പാലാ ചേട്ടന്. ആരും വരുന്നത്? അടി 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 അടി. ജോസേട്ടാ വേണ്ട, കടാരെടുക്കണ്ട. എടാ ജോണിക്കുട്ടി, ഈ കുഴി മണ്ണിട്ട് മൂടി കുണ്ടുകുഴി അച്ഛനെ വിളിച്ചു കൊണ്ടുവന്ന് ഒപ്പീസ് ചൊല്ലാൻ എനിക്ക് അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, എനിക്ക് അളിയാ എന്ന് വിളിക്കാൻ നീ ജീവിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നത്. കേറ്, പോയിക്കോ, ഉള്ള ജീവനോട് എന്നെ പറമ്പിന്ന് പോ. തിരിച്ചടിക്കാൻ എനിക്കും അറിയടാ ജോസേട്ടോ. പോടാ പോടാ, മാതോളക്ക് കൊമ്പനാടാ ഞാൻ. എങ്ങനെ കിരീട സിനിമയിൽ കൊച്ചിനെനിഫ് ഷൈൻ ചെയ്ത പോലെ ഞാൻ ഷൈൻ ചെയ്യാൻ പോവാ. ഇതാണ് എനിക്ക് കിട്ടുന്ന മെയിൻ ഏരിയ. ചേട്ടാ ഇന്ന് കൂടെ എന്നേക്കണം. രാവിലാണോടാ പത്രം വായിക്കുന്നത്? ചേട്ടായേ ഒന്നുമില്ല. ഉച്ചവരെ കഴിക്കാനുള്ളതുള്ളൂ കേട്ടോ. സോളമാ ചേട്ടായിട്ടൊന്ന് കേറിട്ട് പോടാ. തന്റെ മെക്കിട്ടാണോ? അല്ല, ഈ ചായക്കടയിലേക്ക്. വേണ്ട ചേട്ടാ, ഇപ്പൊ ചോറുണ്ടേ ഉള്ളൂ. പോരാത്തിന് ഇപ്പൊ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരിക്കുക. എന്നാലും വെറുതെ വിളിച്ചു കയറ്റി ഇനി റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. നിന്റെ കക്ഷത്തിന് എന്താ മൂലക്കുരുവ? അല്ല, ഇഷ്ടികയാ. ചേട്ടായി കൊണ്ട് ഒരു ലോഡ് ഇഷ്ടിക കടയിലേക്ക് എറിയിക്കട്ടെ. അയ്യോ വേണ്ട വേണ്ട, ചതിക്കല്ലേ. കഷണ്ടിൽ കല്ലുമഴ വേയിച്ചാലോ? അയ്യോ വേണ്ട. നിക്ക് നിക്ക് നിക്ക്, 100 രൂപ വേണ്ടേ? ഞാൻ കുടി നിർത്തിയല്ലോ. അപ്പൊ കാശ് കുറെ കാണുമല്ലോ. തരുന്നേ. അതിങ്ങ് താ കുഞ്ഞാടെ. കുഞ്ഞാടോ? ആരുടെ കുഞ്ഞാടോടോ? മണിമലയിൽ ഗീവർഗീസ് സോളമൻ, അതായത് MG സോളമൻ, അങ്ങനെ വിളിച്ചോളണം എല്ലാവരും. MG സോളമ, ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. ഇതാ കടയുടെ താക്കോലും വാടക 1000 ഉറുപ്പ്യുണ്ട്. 200 കൂടി വേണമല്ലോ സുധാകര. അത് മതി സോളം. അത് പോരല്ലോ സുധാകര. കാശിന് ലേശം ടൈറ്റാണോ? ടൈറ്റാൻ പൈസക്ക് ടൈറ്റ് ഉള്ളവർ കിട്ടുന്നാണോ ടൈറ്റാൻ? ഇതും കൂടി ആവുമ്പോ ശരിയായി. എനിക്ക് ഭയങ്കര ടൈറ്റാന്നേ. അണ്ടിയേറുന്നു ഇങ്ങനെ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരുന്ന എണ്ണയും പിണ്ണാക്കും ഒരുപാട് പോവും. ഞാൻ ഒന്നുകൂടി മൂപ്പിക്കണേ. ഇനി ആരെങ്കിലും സീരിയലിന്റെ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കിയോ, എന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്താലും വിവരം അറിയും. ഇട്ടിച്ചോളും മക്കളോട് പറഞ്ഞേക്ക്, ഞാൻ പഴയ സോളമനല്ലെന്ന്. കൊണ്ടും കൊടുത്തും അറപ്പ് മാറിയ ഒരു ചേട്ടനുള്ള സോളമനാന്ന്. ഇനി ആണായി പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാ. അമ്മയുടെ മുലപ്പാൽ കുടിച്ച ആരെങ്കിലും ഉണ്ടെന്ന് ചോദിക്കടാ. ഈ സോളമനോട് ചോദിക്കടാ. എത്രയായാലും നിന്റെ സമയം വളരെ മോശ. ചേട്ടായി, മേരി അദാലത്ത്. ഹിന്ദി മനസ്സിലായില്ല? മേരി അദാലത്ത് എന്ന് വെച്ചാ അതാണ് എന്റെ മേരി. മേരി ജിന്ദഗി ബർബാദോഗി. മേരിയായിട്ടുള്ള ജീവിതം പൂവണിയാൻ പോവാന്ന്. ഇതൊക്കെ തിന്ന് ഇവിടെ തന്നെ നിന്നോ, ഞാൻ ഇപ്പൊ വരാം.